നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പി ആർ, മെഡിട്രീന ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തെയും കൊല്ലത്തെയും ഗൈനക്കോളജിസ്റ്റാണ്. പുരുഷൻ്റെ ബീജം ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറവാണ്. 5 മില്യന് താഴെയാണെങ്കിൽ നാച്ചുറൽ ഇൻ്റർകോഴ്സ് വഴി പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെയുള്ളവരും അധികം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറയും. കാരണം ഈ 5 മില്യനുള്ള ഒരാൾ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പം എസോസ്പെർമിയാവും, അതായത് ഒരു ബീജവും ഇല്ലാത്ത അവസ്ഥയാവും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ഡോണറിൻ്റെ സ്പെർമിൻ അല്ലെങ്കിൽ വേറൊരാളുടെ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ ബീജം എടുത്ത് വൈഫിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും പ്രോബ്ലം വരാതിരിക്കാനാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ IVF-ലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബീജം കുറവുള്ള ഒരു പുരുഷൻ വരികയാണെങ്കിൽ ഒരു 5 മില്യന് താഴെ ബീജമേ ഉള്ളെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ICSI എന്ന് പറയും, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്ന് പറയും. അതായത് വൈഫിൻ്റെ അണ്ടത്തിനകത്തോട്ട് ബീജം ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാം, ഒരു കപ്പിൾ പ്രഗ്നൻ്റ് ആവണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബീജം മിനിമം ഒരു 15 മില്യൺ പെർ ml മേലെ വേണം. 1 മില്ലിലിറ്ററിൽ 15 മില്യൺ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു നോർമലി ഒരു കപ്പിൾ പ്രഗ്നൻ്റ് ആവുള്ളൂ. പക്ഷേ ICSI ചെയ്യുമ്പോൾ നമുക്ക് ഒരു അണ്ടത്തിന് ഒരു ബീജം മതി. അത് നമ്മൾ വലിയൊരു ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ. അതിൽ ഒരു അണ്ടത്തിനകത്തോട്ട് ഒരു ബീജം ഇഞ്ചക്ട് ചെയ്യും. അപ്പം ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് മാത്രമേ അവർക്ക് പ്രഗ്നൻസി ആവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ഒരു ഡോക്ടർ റെഫർ ചെയ്ത് പറയുവാണ് നിങ്ങൾക്ക് IVF-ൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ആവശ്യമില്ല. പക്ഷേ ആദ്യമേ തന്നെ എല്ലാ ടെസ്റ്റും നോർമലാണ്, ഒരു പ്രത്യേക റീസൺ ഇല്ലാതെ ഡോക്ടർ പറയുകയാണ് IVF വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ആവശ്യം വരും.